കട്ട് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും പോയാലോ? ഞാൻ കൈവച്ച സ്ഥലം മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. കൈവച്ച സ്ഥലം മാറിപ്പോയ പ്രശ്നമാണ്. ഞാനിപ്പോൾ നാട്ടിൽ നാക്ക് കിട്ടാൻ തുടങ്ങി. ഒരു 230 കിലോമീറ്റർ സഞ്ചരിച്ച് ഓക്ലൻഡിൽ നിന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് നമ്മുടെ ഇവിടുത്തെ മാവോരി ട്രൈബ്സിൻ്റെ ഒരു കൾച്ചർ കാണുന്ന ഒരു സ്ഥലത്തേക്ക്. കൾച്ചർ കാണാൻ വേണ്ടി അല്ലേ? ആ സ്ഥലത്തിൻ്റെ പേരെന്തോന്ന്? വൈത്താങ്കി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ 200 കിലോമീറ്റർ ആണ്. വളവും തിരിവൊന്നും ഇല്ല എന്നാണ് ഗോകുൽ പറയുന്നത്. ശരിയാണോ? നേരെ പോവാണ്. അപ്പോൾ രാവിലെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഗോകുലിൻ്റെ ഈ വണ്ടിയിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് എക്സ്പീരിയൻസ് എന്താണ് ന്യൂസിലൻഡിൻ്റെ കൾച്ചർ. നമ്മളിപ്പോൾ ഇവിടുത്തെ ഹാർബർ ബ്രിഡ്ജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സിഡ്നിയിൽ കണ്ട പോലെ തന്നെ ഓക്ലൻഡിലും ഉണ്ട് ഒരു ഹാർബർ ബ്രിഡ്ജ്. ആ ഹാർബർ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ ഇങ്ങനെയാണ് കൂലി പോലെ നിൽക്കുന്ന ഒരു പാലമാണ് കേട്ടോ. കണ്ടോ, നമ്മളിങ്ങനെ കയറിയിട്ട് ഇതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ ചരിത്രം ഉറങ്ങുന്ന വൈത്താങ്കി ട്രീറ്റി ഗ്രൗണ്ടിൽ നമ്മളെത്തി. അവിടെ വണ്ടി പാർക്ക് ചെയ്തു. നമ്മളൊരു 250 കിലോമീറ്റർ ഏകദേശം ഒരു 3 മണിക്കൂർ കൊണ്ട് ഡ്രൈവ് ചെയ്ത് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് അല്ലേ ഫൈനലി. യെസ്, അടിപൊളി ഒരു സ്ഥലം കേട്ടോ. നല്ല കാലാവസ്ഥയാണ്. അന്ന് നമുക്ക് നല്ല വെതറാണ്, നല്ല സ്കൈ ആണ്. സ്കൈയുടെ കളറൊക്കെ കണ്ടില്ലേ, നല്ല പച്ചപ്പാണ്. ഇവിടെ എല്ലാം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പൂക്കളൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഇതിലൊക്കെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിവേ ലെറ്റ്സ് ഗോ. ഇത് ആൾക്കാർക്ക് സൈക്കിൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? അത് ഇങ്ങനെയാണ് സൈക്കിൾ വയ്ക്കുന്നത് ഇവിടെ. എന്താ വൈത്താങ്കി ട്രീറ്റി ഗ്രൗണ്ട്സ്. വെൽക്കം ടു വൈത്താങ്കി. അപ്പോൾ ഇത് ശരിക്കും ഇതൊരു മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ ആദ്യം എത്തിയിരിക്കുന്നത്. ഇവിടെ ഗൈഡഡ് ആൻഡ് കൾച്ചറൽ എക്സ്പീരിയൻസ് ടൂറൊക്കെ ഉണ്ട്. ഹാങ്ങി എന്ന് പറയുന്ന മറ്റേ ഫുഡല്ലേ, ആൻഡ് കൺസേർട്ട് എവറി ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ 6 PM to 8:30 PM. അടിപൊളി. ഇതാണല്ലോ ഇവരുടെ ട്രഡീഷണൽ ആ ഒരു അറ്റയർ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗൈഡഡ് ടൂർസ് എടുക്കാം, ഗൈഡഡ് അല്ലാത്ത ടൂർസും എടുക്കാം. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പോൾ ഗൈഡഡ് ടൂർസ് ഏകദേശം ഒരു 1-2 മണിക്കൂറിന് ശേഷമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഗൈഡഡ് അല്ലാത്ത ടൂർ എടുത്തിട്ട് പോകാം. കാരണമില്ല, ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട്, ഞാൻ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർനാഷണൽ അഡൽട്സിന്, നമ്മൾ ടൂറിസ്റ്റുകൾക്ക് $60. പിന്നെ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക്, ന്യൂസിലൻഡ് റെസിഡൻസിന് $30 ഉള്ളൂ. കുട്ടികൾക്ക് 17 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കുറേ ആക്ടിവിറ്റീസും പിന്നെ പെർഫോമൻസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു ലക്ഷൂറിയസ് ഒരു റിസോർട്ടിൽ പോകുന്ന പോലത്തെ സ്ഥലത്തിലുള്ള ഒരു റിസപ്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് ട്രീറ്റി അല്ലേ? യെസ്, ഇതാണ് ട്രീറ്റി എന്ന് പറയുന്നത്. ഈ ട്രീറ്റി എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്കിവിടെ ഒരു ഇൻഫർമേഷൻ കൗണ്ടർ ഉണ്ട്. ആ ഇൻഫർമേഷൻ കൗണ്ടറിൽ നമുക്കിവിടെ ഒരു വള്ളം കാണാം. കണ്ടോ, ഇതുപോലെയുള്ള വള്ളത്തിലാണ് ഇവിടേക്ക് ആളുകൾ ന്യൂസിലൻഡിലേക്ക് ഫസ്റ്റ് ടൈം വന്നതെന്നാണ് അതൊക്കെ ചരിത്രം പറയുന്നത്. അതൊക്കെ നമുക്ക് അകത്ത് പോയി കണ്ട് മനസ്സിലാക്കാം. ഇൻഫർമേഷൻ കൗണ്ടർ. പിന്നെ ഇവിടെ നമുക്ക് കുറേ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ബ്രോഷേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇറ്റ്സ് ഓൾ ഫ്രീ. ഈ വള്ളത്തിലിരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മുമ്പേ ഇരിക്കുന്ന ആൾ മൗറിയാണ്, ബാക്കിലിരിക്കുന്ന ആൾ വെള്ളക്കാരനാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒരു വള്ളം തുഴഞ്ഞു പോകുന്നു. അതായത് ഒത്തൊരുമ അല്ലേ? അതാണ് നമുക്കിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗൈഡഡ് ടൂറിനുള്ള ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഗൈഡഡ് ടൂർ ഭയങ്കര ബോറാണ്. ഒത്തിരി സമയം നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്തോ ഓഡിയോ ഗൈഡും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗൈഡ് അവിടെ വന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു മ്യൂസിയം ഓഫ് വൈത്താങ്ങി എന്ന് പറഞ്ഞൊരു മ്യൂസിയം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ആദ്യം ഇതിനകത്ത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു മൗറി വ്യക്തി അവിടെ നിന്ന് അവരുടെ ഒരു ടിപ്പിക്കൽ പാരമ്പര്യ പെർഫോമൻസ് നടത്തുന്ന കാണാം. ഹക്ക അല്ലേ? ഹക്ക എന്നാണ് എൻ്റെ പേര്. ആ ഒരു പെർഫോമൻസിൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു വൈത്താങ്ങി, അതായത് ദ ബർത്ത് പ്ലേസ് ഓഫ് അവർ നേഷൻ ന്യൂസിലൻഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസിലൻഡ് എന്ന് പറഞ്ഞ ഈ രാജ്യം ഈ മൗറി ബ്രിട്ടീഷ് ഈ 2 ആൾക്കാരും കൂടെ ചേർന്ന് ഒരുമിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഇവരുടെ ഒരു ഹിസ്റ്ററി പറയുന്നത്. അപ്പോൾ ഈ ന്യൂസിലൻഡ് എന്ന് പറയുന്ന ഈ രാജ്യത്തിന് നമ്മുടെ ഇന്ത്യക്ക് ഭാരതം എന്ന് പറയുന്ന പോലെ തന്നെ ഔട്ട്റോവ എന്നാണ് ഇവരുടെ ആ ഒരു മറ്റൊരു പേര്. ന്യൂസിലൻഡ് എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ മറ്റൊരു പേര്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഭാരതം എന്ന് മാറ്റണം എന്ന് നമ്മൾ അവകാശപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ഇവിടുത്തെ ആളുകൾ മൗറി ആൾക്കാർ
ന്യൂസിലൻഡിൻ്റെ പേര് മാറ്റി ഔട്ടറോവ എന്ന് പറഞ്ഞ് ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പല ആൾക്കാരും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവർ ചെയ്യുമെന്ന്. പക്ഷേ പല രാജ്യങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ ന്യൂസിലൻഡിനും ഇവരുടെ മൗറി ഭാഷയിൽ മറ്റൊരു പേരുണ്ട്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇവർ പണ്ട് കാലത്ത് ഇവിടെ വന്ന സമയത്ത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയും മറ്റുമൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള ശംഖ് പോലെയുള്ള പല മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നതെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ ശംഖുണ്ട്, പിന്നെ ട്രംപറ്റ് ഉണ്ട്, അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട്. വളരെ നല്ലൊരു മ്യൂസിയമാണ്. അത് കുറേ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അത് മാത്രമല്ല നമുക്ക് ഇതുപോലെയുള്ള പണ്ട് കാലത്ത് മൗറീസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെപ്പൺസും ബാക്കിയുള്ള പല സംഭവങ്ങളും ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഡോക്യുമെൻ്റ് റൂമിൽ വെച്ചിട്ടുണ്ട്. കുറേ സംഭവങ്ങൾ നമുക്കിവിടെ കാണാം. പിന്നെ വീഡിയോസ് കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. മ്യൂസിയത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് കണ്ടില്ലേ. അപ്പോൾ ഞാൻ മൗറികളുടെ കഥ പറയുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോയ്ലറ്റ് കാണിക്കുക. അത് ഫീമെയിൽ, ഇത് മെയിൽ. അവിടുത്തെ ടോയ്ലറ്റിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കണ്ടോ നോക്കി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ്. നൈസ്, കൊള്ളാല്ലേ, സംതിങ് ഡിഫറെൻറ്റ്. ആധുനിക ന്യൂസിലൻഡിൻ്റെ കഥ ആരംഭിക്കുന്നത് ശരിക്കും ഇവിടെ നിന്നാണ്. വൈത്താങ്കി ട്രീറ്റി ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞ ആ ഒരു ചരിത്രമുറങ്ങുന്ന ആ ഒരു ഗ്രൗണ്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് ഇവിടുത്തെ ന്യൂസിലൻഡിൻ്റെ കുറച്ച് കഥകൾ, ചരിത്രം, ഇവിടുത്തെ ആ ഒരു മൗരി ആളുകളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ബോറടിക്കാതെ സ്കിപ്പ് ചെയ്തു, ഇതൊരു 4-5 മിനിറ്റ് ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാം. ഈ ഭൂമിയിൽ ശരിക്കും മനുഷ്യൻ്റെ കാൽപ്പാട് ഏറ്റവും വൈകി പതിഞ്ഞ പ്രദേശങ്ങളിലൊന്നാണ് ശരിക്കും ന്യൂസിലൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു രാജ്യം ഇത് ശരിക്കും ഒരു ആധുനിക രാജ്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. 13-ാം നൂറ്റാണ്ടിൽ പോളിനേഷ്യൻസ് വംശജരാണ് ശരിക്കും ആദ്യമായിട്ട് ന്യൂസിലൻഡ് എന്ന് പറയുന്ന ഈ ഒരു ദ്വീപ് സമൂഹങ്ങളിലേക്ക് വരുന്നത്. ഈ പോളിനേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പസഫിക് ഐലൻഡിലെ ഇവിടുത്തെ ഒരു കുറേ ദ്വീപുകളിൽ വസിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളെയാണ് പോളിനേഷ്യൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഓഷ്യാനിയ ഭാഗത്തെ ഏറ്റവും വലിയൊരു സബ് റീജിയനാണ് പോളിനേഷ്യ എന്ന് പറയുന്നതും. ന്യൂസിലൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു രാജ്യം ശരിക്കും ഒന്നുമില്ലാതിരുന്ന ഒരു രാജ്യമാണ്. ആ ഒന്നുമില്ലാതിരുന്ന ആ ഒരു രാജ്യത്തെ, ഇവിടുത്തെ ഒരു ഭൂമിയെ അവർ ശരിക്കും അവരുടെ ഒരു കയ്യൂക്കും ഇച്ഛാശക്തിയും എല്ലാം കൊണ്ട് വലിയൊരു വാസയോഗ്യമായിട്ടുള്ളൊരു സ്ഥലമാക്കി മാറ്റുകയും പിന്നീട് ഒരു പുതിയൊരു സംസ്കാരം ആവിഷ്കരിച്ചെടുക്കുകയും ചെയ്തു. അതാണ് മാവോറി സംസ്കാരം എന്ന് പറയുന്നത്. പോളിനേഷ്യൻസ് വംശത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മാവോറീസ് എന്ന് പറയുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഭാഷയുണ്ട്, അവരുടെ ജീവിത രീതികളുണ്ട്, അവരുടെ സംസ്കാരം എല്ലാം വ്യത്യസ്തമാണ്. ന്യൂസിലൻഡിലെ ആദിമ മനുഷ്യവർഗം എന്ന് ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ അവരെ പറയാൻ സാധിക്കും. 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ ഇവിടെ എത്തിയെന്നുണ്ടെങ്കിലും അവർക്ക് ശരിക്കും ഇവിടെ അധികാരം സ്ഥാപിക്കാൻ പറ്റിയില്ല. ഏത് രാജ്യത്തിന്റെ ചരിത്രം എടുത്താലും ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു ബ്രിട്ടീഷ് സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? നമ്മുടെ രാജ്യത്തൊക്കെ വന്ന പോലെ തന്നെ ഇവിടെയും 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ശരിക്കും ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് അവരുടെ ഒരു കോളനി സ്ഥാപിച്ചു. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കിട്ടിയതല്ല ഈ കോളനി പട്ടം എന്ന് പറയുന്നത്. ഒരുപാട് സംഘർഷങ്ങൾക്കും സമരങ്ങൾക്കും ശേഷം ബ്രിട്ടീഷ് രാജാവും മാവോറി വിഭാഗവും തമ്മിലുണ്ടായ ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഈ കോളനിയുടെ സ്ഥാപനം. അതിനെയാണ് ട്രീറ്റി ഓഫ് വൈത്താങ്കി എന്ന് പറയുന്നത്. 1840-ലാണ് ശരിക്കും ഈ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നത്. മാവോറി വിഭാഗത്തിന്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവർക്ക് നൽകുകയും അതേപോലെ തന്നെ അവരെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ശരിക്കും ബ്രിട്ടീഷ് കോളനി സ്ഥാപിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ന്യൂസിലൻഡിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. 1840 ഫെബ്രുവരി 6-നാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട്, വൈത്താങ്കി ട്രീറ്റി ഗ്രൗണ്ട്സിൽ വെച്ചിട്ട് ആ ഒരു ഉടമ്പടി അവർ ഒപ്പുവെച്ചത്. ആദ്യമായിട്ട് ന്യൂസിലൻഡിലെത്തിയ ഒരു യൂറോപ്യൻ എന്ന് പറയുന്നത് ഏബൽ തസ്മാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം 1842-ലാണ് ശരിക്കും എത്തുന്നത്. അപ്പോൾ ഈ യൂറോപ്യൻസ് എല്ലാം വന്ന ഈ ബ്രിട്ടീഷുകാർ ഇവിടെ കോളനി എല്ലാം സ്ഥാപിച്ചതിന് ശേഷം ശരിക്കും ഇവിടുത്തെ ആൾക്കാർ, നമ്മൾ എപ്പോഴും സംഭവിക്കുന്നതാണല്ലോ, അവിടുത്തെ തനതായിട്ടുള്ള ആൾക്കാരും അതേപോലെ തന്നെ വന്ന് കോളനി സ്ഥാപിച്ച ആൾക്കാരും തമ്മിൽ വലിയ യുദ്ധങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും വരത്തന്മാരാണ്. അപ്പോൾ അങ്ങനെ അവസാനം അതിൻ്റെ പേരിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയതാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൈത്താങ്കി ട്രീറ്റി എന്ന് പറയുന്നത്. അതായത് ആ ട്രീറ്റി ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ മെയിൻ ഇതെന്ന് പറയുന്നത് മൗരി വിഭാഗത്തിന് അവരുടെ ഭൂമി ഉപയോഗിക്കാമെന്നും അതിൻ്റെ ഉടമസ്ഥാവകാശം അവർക്ക് എടുക്കാമെന്നും അവരുടെ അവകാശങ്ങൾ ഒരിക്കലും ലംഘിക്കപ്പെടില്ല എന്നുള്ള ഒരു കംപ്ലീറ്റ് ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ആ കരാർ അവർ ഒപ്പിടുന്നത്. വർഷങ്ങൾ കഴിഞ്ഞ് ഭൂമിയുടെ പേരിൽ ഈ മൗരി വിഭാഗവും ബ്രിട്ടീഷുകാരും തമ്മിൽ പിന്നീട് സംഘടന ആരംഭിച്ചു. അതായത് വൈത്താങ്കി ഉടമ്പടി നടന്നതിന് 20 വർഷത്തിന് ശേഷം അവർ തമ്മിൽ വലിയ സംഘർഷം തുടങ്ങി. അവസാനം ബ്രിട്ടീഷ് ഗവർണർ മൗരി ഭൂമി ഏറ്റെടുക്കുകയുണ്ടായി.
അതിനെ വീണ്ടും മൗറി വിഭാഗം ശക്തമായിട്ട് എതിർത്തു. പക്ഷേ അവർക്ക് അതിനെ തടയാൻ കഴിഞ്ഞില്ല. 1887 ഉടമ്പടി പിൻവലിക്കുന്നു. അതിനുശേഷം വലിയ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നു. 1840 ഉണ്ടാക്കിയ ആ ഉടമ്പടി ബ്രിട്ടീഷ് ഗവൺമെൻറ് അസാധുവായി പ്രഖ്യാപിക്കുന്നു. അതോടുകൂടി മൗറി വിഭാഗം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലേക്ക് പൂർണ്ണമായിട്ടും വരേണ്ടി വന്നുവെന്ന് മാത്രമല്ല, അവരോട് മൗറി സംസ്കാരം ഉപേക്ഷിച്ച് വെസ്റ്റേൺ കൾച്ചറിലേക്ക് മാറാനുള്ള സമ്മർദ്ദവും ബ്രിട്ടീഷ് ഗവൺമെൻറ് ചെലുത്തുകയുണ്ടായി. അങ്ങനെ അതിനെ ഒന്നും ചെറുത്ത് നിൽക്കാൻ സാധിക്കാതെ അവർ പുതിയ ഒരു വെസ്റ്റേൺ കൾച്ചറുമായിട്ട് കുറേയൊക്കെ പൊരുത്തപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് ശരിക്കും വാസ്തവം. നമുക്കിപ്പോൾ ഇവിടെ കാണുന്ന ഒരു ഭൂരിഭാഗം 99% മൗരി ആൾക്കാരും വെസ്റ്റേൺ കൾച്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പിരങ്കാത്ത, അതേപോലെ തന്നെ ടെപ്യുവ ഹെറാങ്കി തുടങ്ങിയ പല നേതാക്കളും മൗരി വിഭാഗത്തിന് വേണ്ടി ശബ്ദം ഉയർത്താൻ രംഗത്ത് വന്ന ആൾക്കാരാണ്. പക്ഷെ അതൊന്നും വേണ്ട പോലെ ഫലം കണ്ടില്ല. പിന്നീട് 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധങ്ങളൊക്കെ ലോകത്ത് സംഭവിച്ചതിന് ശേഷം ആ സമയത്തൊക്കെ ജോലി അന്വേഷിച്ചും മറ്റുമൊക്കെ മൗരി വിഭാഗത്തിലെ പല ആൾക്കാരും സിറ്റിയിലേക്കും മറ്റുമൊക്കെ പലായനം ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി ശരിക്കും അവർ കൂടുതൽ ജോലിയിലും മറ്റ് കാര്യങ്ങളിലും സൊസൈറ്റിയിലും ഒക്കെ മെച്ചപ്പെട്ട് വരികയുണ്ടായി. അവരുടെ ജീവിത നിലവാരമൊക്കെ വർദ്ധിച്ചു. അവരങ്ങനെ സാധാരണ ജനങ്ങളെപ്പോലെ ജീവിക്കാൻ തുടങ്ങി. അതിനുശേഷം അവർ കൂടുതൽ ശക്തമായി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചൊരു മെയിൻ കാരണം എന്ന് പറയുന്നത്. അവരുടെ ഭൂമിയുടെ മേലെയുള്ള അവകാശങ്ങൾക്കും അവരുടെ ഭാഷ സംരക്ഷണം, സാംസ്കാരിക തനിമ നിലനിർത്താനും ഒക്കെ അവരിങ്ങനെ നിരന്തരം വാദിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ പാർലമെൻറ്റ് മാർച്ചുകൾ വരെ നടത്തുകയുണ്ടായി. അവരുടെ അസ്തിത്വം അവർ നേടിയെടുത്തു എന്ന് തന്നെ ശരിക്കും നമുക്ക് പറയാൻ സാധിക്കും. ഇന്നവർ ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ 2-ാം കക്ഷിയാണ്. ഇപ്പം ന്യൂസിലൻഡിൻ്റെ ഒരു പോപ്പുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 18% വരുന്ന ആളുകളെന്ന് പറയുന്നത് മൗരി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. ബാക്കിയുള്ള ആൾക്കാർ യൂറോപ്യൻസ് ആണ്. 2002 കണക്കനുസരിച്ച് ഏകദേശം 10 ലക്ഷത്തോളം മൗരി വിഭാഗത്തിൽ പെട്ട ആളുകൾ ന്യൂസിലൻഡിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ 2 ലക്ഷത്തോളം ആളുകൾ മൗരി ആൾക്കാർ ഓസ്ട്രേലിയയിലും ഉണ്ട്. ഇനി ഇവിടുത്തെ പൊളിറ്റിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ 1868 മുതൽ ഇവിടുത്തെ പാർലമെൻറ്റിൽ മൗരി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേക സീറ്റ് സംവരണമുണ്ട്. ഈ മൗരി ഇഷ്യൂ പരിഹരിക്കാൻ വേണ്ടി അവർക്ക് 2004 ഒരു മൗരി പാർട്ടി വരെ ഇവരുണ്ടാക്കുകയുണ്ടായി. 2020 ന്യൂസിലൻഡ് ഫോറിൻ മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നാനിയ മഹൂത്ത എന്ന ഒരു മൗറിയൻ വിഭാഗത്തിലെ ഒരു വനിതാ പ്രതിനിധിയായിരുന്നു. 122 സീറ്റുകളുണ്ട് ന്യൂസിലൻഡ് പാർലമെൻറ്റിൽ. അതിൽ ഇന്ന് 33 MP മൗരി വിഭാഗത്തിൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ ശരിക്കും വ്യക്തമാണ് ആ ഒരു മൗരി വിഭാഗത്തിൻ്റെ ഈ രാജ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. മൗരി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു പ്രത്യേക രീതിയുണ്ട്. ഇവർ പരസ്പരം അഭിസംബോധന ചെയ്യുന്നത് ഈ നെറ്റിയും മൂക്കും കൂടെ മുട്ടിച്ചാണ് പരസ്പരം അഭിസംബോധന ചെയ്യുന്നത്. പിന്നെ കുഴിമന്തി പോലെ ഇവരുടെ ഒരു ടൈപ്പ് ഫുഡുണ്ട്. അത് ശരിക്കും അതിന് പറയുന്ന പേരെന്ന് പറയുന്നത് ഹാങ്ങി എന്നാണ്. ഹങ്കി അതൊരു ട്രഡീഷണൽ മൗറി ഫുഡാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ബൂംബാങ് നവീൻ്റെ ചാനലിൽ അതിൻ്റെ ഒരു വീഡിയോ പുള്ളി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭൂമിക്കടിയിൽ മണലിലൊക്കെ ഇട്ട് ചുട്ടെടുക്കുന്ന രീതിയിലാണ് ശരിക്കും അത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് വൈകുന്നേരങ്ങളിൽ നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മളിപ്പോൾ കണ്ട അവരുടെ ട്രഡീഷണൽ മ്യൂസിക്കും ഡാൻസും കപഹാക്ക എന്നാണ് ഇതിന് പറയുന്നത്. അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവരുടെ ടാറ്റു എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭയങ്കര സംഭവമാണ്. ഇവർ ഏറ്റവും കൂടുതൽ മുഖത്ത് ഭയങ്കരമായിട്ട് ടാറ്റു അടിച്ച ആൾക്കാരായിരിക്കും. ഇവിടെ ന്യൂസിലാൻഡ് വന്നു കഴിയുമ്പോഴത്തേക്കിനും മുഖത്ത് ടാറ്റു എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് അയാൾ മൗറി വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് നമുക്ക് തീരുമാനിക്കാം. കാരണം അത് അവരുടെ ഒരു വലിയൊരു സോഷ്യൽ സ്റ്റാറ്റസ് തന്നെയാണ് ആ ഒരു മുഖത്തുള്ളൊരു ടാറ്റു എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ന്യൂസിലൻഡിൻ്റെ ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നതും ഇവിടുത്തെ മൗറി കൾച്ചറാണ്. അതായത് ന്യൂസിലൻഡ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഒരു മൗറി കൾച്ചറിൻ്റെ പേരിലാണ്. അതായത് ഇവർക്ക് ദേ ഹാവ് ടു കം ബാക്ക്. അതായത് അവർക്ക് അവരുടെ കൾച്ചറും പഴയ രീതികളും ഒക്കെ ലോകത്തിൻ്റെ മുമ്പിൽ തുറന്ന് കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവർ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം പോലും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം ആളുകൾ ഇവിടെ വരുന്നതും കാഴ്ചകൾ കാണുന്നതും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതൊക്കെ. അതായത് പഴമ എന്നും നമുക്ക് ഒരു രാജ്യത്തിൻ്റെ മെയിൻ സംഭവമാണല്ലോ, പ്രത്യേകിച്ച് അവിടുത്തെ ചരിത്രങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അവർക്ക് ഹൈലൈറ്റ് ചെയ്യണം. അതിനുവേണ്ടി അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഭാവിയിൽ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തിരിഞ്ഞു പറഞ്ഞ് വന്നേക്കാം എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാമെന്നുണ്ടെങ്കിലും പക്ഷേ എനിക്ക് തോന്നണില്ല. കാരണം മെജോറിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും വെള്ളക്കാർ തന്നെയാണ്. ഈ കാണുന്നത് സിൽവർ ഫൺ വേണ്ട. സിൽവർ ഫൺ എന്ന് പറയുന്നത് നമ്മുടെ അവിടെ കാട്ടുചെടി എന്നൊക്കെ പറയും. നമ്മുടെ അവിടെ ഇല്ല ഇത്. നമ്മൾ ഉണ്ടാവണമെങ്കിലൊക്കെ ഉണ്ടാവണം സിൽവർ ഫൺ. ഈ സിൽവർ ഫൺ എന്ന് പറയുന്നത് ശരിക്കും ന്യൂസിലൻഡിൻ്റെ ശരിക്കും ഒരു ഭയങ്കര സംഭവമാണ്. ന്യൂസിലൻഡിൻ്റെ ഒരു ഫ്ലാഗ്, ഇവർക്കൊരു അൺഒഫീഷ്യൽ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. ഒരു ബ്ലാക്ക് കളറിൽ സിൽവർ ഫൺ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ.
പിന്നെ ക്രിക്കറ്റിലുണ്ട് അല്ലേ, ക്രിക്കറ്റിന്റെ ആ ഒരു ജേഴ്സിയിൽ നമുക്ക് ഈ ഒരു സംഭവം കാണാം. ഇവരുടെ ക്രിക്കറ്റ് ടീമിന്റെ സിൽവർ ഫൺ കാണാം. പിന്നെ ഇവരുടെ മെയിനായിട്ട് നമ്മുടെ എയർ ന്യൂസിലൻഡിന്റെ വിമാനത്തിന്റെ ചിറകിന്റെ ബാക്കിലായിട്ട് ആ ഒരു ഡിസൈൻ പോയിരിക്കുന്നത് സിൽവർ ഫൺ ഡിസൈനിലാണ്. അത് ബേസിക്കലി ശരിക്കും ഇത് സിൽവർ ഫണ്ടുള്ള ഈ ഒരു ഫ്ലാഗ് ഇവരുടെ ഫ്ലാഗ് ആക്കണം എന്നൊക്കെ ഇവർ പല ആവശ്യങ്ങളും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പായിട്ടില്ല. അപ്പോൾ സിൽവർ ഫൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാന സംഭവമാണ്. ഇവിടുത്തെ നമ്മൾ എന്താ പറയുക, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചെടിയാണ്. നാഷണൽ പ്ലാന്റ് എന്നൊക്കെ വേണം പറയാൻ തോന്നുന്നു, പക്ഷേ നാഷണൽ പ്ലാന്റ് അല്ലെന്ന് തോന്നുന്നു, അല്ല, പക്ഷെ അങ്ങനെ പറയാവുന്ന ഇവരുടെ ഒരു കൾച്ചറിൻ്റെ വലിയൊരു ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് സിൽവർ ഫൺ. മണമൊന്നുമില്ല, കാട്ടേടിയ. മുന്നോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ ഒരു സോവനീർ ഷോപ്പ് കാണാം. നമുക്കിവിടെ സോവനീർ ഷോപ്പ് കടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി ഇതാണ് ഇവരുടെ ഈ മൗറീസിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പേരുണ്ടല്ലോ ഗൂഗിള്, എന്താ ഇതിൻ്റെ പേര്? ടിക്കി. നമ്മൾ സോനീർ വാങ്ങിച്ച ഇതല്ലേ, ഇതിൻ്റെ അല്ലേ? യെസ്, ടിക്കി എന്ന് പറയും. ഇതിങ്ങനെ വുഡിലും തടിയിലും ഒക്കെ വുഡിലും കല്ലിലും ഒക്കെ പല രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് പല സ്ഥലത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പുറത്ത് വേറൊരു രീതിയിൽ ഒരു കളറിൽ നമുക്ക് തടിയിൽ ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ടിക്കി നമുക്കിവിടെ കാണാം. കൊള്ളാമല്ലേ? പിന്നെ ഇവിടെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവരുടെ ആയിട്ടുള്ള ഹാൻഡി ക്രാഫ്റ്റുകളാണ്. ശരിക്കും ഈ മൗറീസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഹാൻഡി ക്രാഫ്റ്റുകൾ ഉണ്ടാക്കാൻ വളരെ മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ്. കരകൗശല സാധനങ്ങൾ ഇതൊക്കെ ഹാൻഡി ക്രാഫ്റ്റുകളാണ്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് ഈ സാധനമൊക്കെ. ഇതിന് $3,800 ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇവരുടെ തന്നെ ട്രഡീഷണൽ സംഭവങ്ങളൊക്കെയാണ്. വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് ഹാൻഡി ക്രാഫ്റ്റുകൾ വിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ ഈ സാധനത്തിന് എത്ര വില ഉണ്ടാവും? ഇത് വയലിനാണോ? അല്ലല്ലോ, ആണോ? ഒക്കെ അത് ശരി, ഓക്കെ, അതാണിത്. കണ്ടോ? ഇതിന് റേറ്റ് കുറവാ. ഇതിന് $360 ഉള്ളൂ. വെരി സിമ്പിൾ, ജസ്റ്റ് $360. പിന്നെ ഇത്തരത്തിലുള്ള സഞ്ചി, ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ പ്ലാസ്റ്റിക്കിലൊക്കെ നമ്മൾ ചെയ്യാറില്ലേ, പക്ഷെ ഇത് പ്ലാസ്റ്റിക് അല്ല. ഇതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ എന്തോ പുല്ല് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. അതിങ്ങനെ പല കളറിൽ പെയിന്റ് അടിച്ച് പല ഡിസൈനിൽ ചെയ്തിരിക്കുന്നു സഞ്ചി. പിന്നെ ന്യൂസിലാൻഡിന്റെ മറ്റൊരു ഫേമസ് സംഭവമാണ് ഗ്രീൻ സ്റ്റോൺ എന്ന് പറയുന്നത്. ഇത് ശരിക്കും കടലിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റോൺ ആണ് അല്ലേ. ആ ഒരു ഗ്രീൻ സ്റ്റോൺ വെച്ച് കാവ് ചെയ്തിട്ട് ഇവർ കുറേ ജ്വല്ലറീസ് ഇവിടെ ഉണ്ടാക്കും. ജ്വല്ലറീസും പിന്നെ ഇതുപോലുള്ള പല സംഭവങ്ങളും അവരുണ്ടാക്കും. ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങളുടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത് കെറി തോംസൺ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഇദ്ദേഹം ശരിക്കും മൗറി ഡിസൈനിൽ ഡിപ്ലോമയുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം കഴിഞ്ഞ ഏകദേശം 10-25 വർഷത്തിലുപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഗ്രീൻ സ്റ്റോൺ കാവ് ചെയ്തിട്ട് പല ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ഇതിൻ്റെ ഓരോ പ്രോഡക്റ്റിനും ഇതിന് $450, $550, $700, $800 എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രൈസ് റേഞ്ചിലാണ്. $2000, $200, $300 എന്ന് പറഞ്ഞിട്ട് പല പ്രൈസ് റേഞ്ചിൽ ആണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ വൈതാങ്ങി വിസിറ്റർ സെൻറ്റർ എന്ന് പറയുന്നത് ഓപ്പൺഡ് ബൈ ഹിസ് റോയൽ ഹൈനസ് ദ പ്രിൻസ് ഓഫ് വെയിൽസ് ഇൻ 1983. അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ മനോഹരമായിട്ടുള്ള ഇവരുടെ ഒരു വുഡ് കാവിങ് കാണാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറുമ്പോഴത്തേക്കിന് ഇതൊരു സുവനീർ ഷോപ്പാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങേണ്ടവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. വേണ്ടല്ലേ, ഇവരുടെ പല ടീഷർട്ടുകളിലും ഇത്തരത്തിലുള്ള ന്യൂസിലൻഡ് വിത്ത് ഫേൺ ആ ഒരു സംഭവം കാണാൻ പറ്റും. ഈ സുവനീർ ഷോപ്പിൽ കുറേ ഉണ്ട് കേട്ടോ. തുണിയുണ്ട്, ടീഷർട്ടുകൾ, പിന്നെ അവരുടെ അങ്ങനെ എന്തൊക്കെ സാധാരണ നമ്മൾ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണുമോ അതൊക്കെ ഇവിടെയുണ്ട്. ഇവരുടെ മറ്റേ കിക്കി അങ്ങനെ പല ഡിസൈനിലുള്ള ടീഷർട്ടുകളൊക്കെ ഇവിടെ കിട്ടും. ഇതുണ്ടോ, ന്യൂസിലൻഡ്, അതേപോലെ താഴെ മറ്റേ ഒട്ടിയറോ എന്ന് പറഞ്ഞിട്ട് അവരുടെ എഴുതിയിരിക്കുന്ന പേര്, അതിന് നടുക്ക് കിവി. ആ സുവനീർ ഷോപ്പിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇത് ഫുൾ തടി കൊണ്ടുണ്ടാക്കിയ ഒരു പരിപാടിയാണ്. ദ നേച്ചർ ഓഫ് വൈത്താങ്ങി നേച്ചർ ആണ്. പിന്നെ അതിനെ പറ്റി കുറേ സംഭവങ്ങളൊക്കെയാണ്. ഇത് കൊള്ളാം, അവിടെ നല്ല രസമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ഹോബ്സൺ ബീച്ച് ഉണ്ട്, ട്രീറ്റി ഹൗസ് ഉണ്ട്, പിന്നെ റിയാം ഓഫ് താനി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പക്ഷികളൊക്കെ ഇങ്ങനെ നിലവിളിക്കുന്ന കാണാൻ സാധിക്കും. ഇവിടെ താഴെയൊക്കെ നമുക്ക് മറ്റേ ആ സിൽവർ ഫോൺ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. അതിങ്ങനെ വലിയ മരമൊക്കെ ആവും അല്ലേ. ഇതാണ് ഇവിടുത്തെ പക്ഷിന്ന് തോന്നുന്നു കേട്ടോ. ഫ്രീക്വൻ്റ്ലി സീൻ ബേർഡ്സ് അറ്റ് വൈത്താങ്ങി. ചെറിയൊരു കുക്കു റുപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഉണ്ടോ. നമ്മുടെ മൈനയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സൗണ്ട്. ടുയി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പക്ഷിയുണ്ട് ഇവിടെ. നല്ല അടിപൊളിയായിട്ടൊരു നേച്ചർ വോക്ക്. ശരിക്കും ഒരു മനോഹരമായിട്ടൊരു സ്ഥലം അല്ലേ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഉയ്യോ എൻ്റെ പൊന്നെ, ഇതൊരു ബേ ആയതുകൊണ്ട് തന്നെ തിര ഉണ്ടാവില്ല ഇവിടെ. നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു ഷാലോ വാട്ടർ ഏരിയ ആയിരിക്കും. അതുകൊണ്ട് തന്നെ തിര ഇല്ലാത്തതുകൊണ്ട് തന്നെ
ഒരു ബീച്ച് അങ്ങനെ കുളിക്കാനായിട്ട് അത്രയ്ക്ക് ഇങ്ങോട്ട് ഒരു സുഖമായിരിക്കത്തില്ല. വെള്ളമൊക്കെ ചിലപ്പോൾ കെട്ടിക്കിടക്കാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ആയിരിക്കും. അവിടെ താഴെ അവിടെ എന്തോ വീടോ എന്തോ സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഒരു പെർഫോമൻസ് ഉണ്ട് ഇവിടെ 1 മണിക്ക്. ആ പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ആ ബുഷസിനിടയ്ക്കൂടെ നടന്ന് വന്നപ്പോഴത്തേക്കും എന്ത് വലിയൊരു ഗോൾഫിൻ്റെ സ്ഥലം പോലെ, ഗോൾഫ് കളിക്കുന്ന സ്ഥലം പോലത്തെ ഒരു സ്ഥലം. അതിന് നടുക്ക് ആൾക്കാർ എന്താ കളിക്കുന്ന, ഒരു ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പോൾ നമുക്ക് ആ കാണുന്ന ഒരു അവിടെ പോകണം പെർഫോമൻസിന് വേണ്ടി. അവിടെ ആൾക്കാരൊക്കെ പോകുന്നു. ന്യൂസിലൻഡിലെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടോ, നമ്മൾ കളിക്കുന്ന പോലെ. പക്ഷെ നീയൊക്കെ ഞങ്ങളുടെ മുമ്പിൽ തോറ്റുപോയില്ലടാ അല്ലേ? പക്ഷേ ഓസ്ട്രേലിയയുടെ മുമ്പിൽ നമുക്ക് ജയിക്കാൻ പറ്റില്ല. സാരമില്ല പോട്ടെ. പക്ഷെ ഇവർ തോറ്റു നമ്മുടെ മുമ്പിൽ. അത് നമുക്ക് ആരെങ്കിലുമൊക്കെ തോപ്പിച്ചില്ലേ? അത്രയൊക്കെ കളിച്ചില്ലേ ഇന്ത്യ അല്ലേ? നമ്മൾ സമ്മതിക്കണ്ടേ? അത്രയൊക്കെ കളിച്ച് ജയിച്ചില്ലേ? ഭയങ്കര അടിയാവും. 6 അടിച്ച്. എന്തോ മാതിരി ചെയ്യുന്നത്? ഇങ്ങനെയാണോ അടിക്കുന്നത്? ഇതെന്ത് ക്രിക്കറ്റാ? അവനെ ബാറ്റ് ചെയ്യാൻ പഠിപ്പിക്കാൻ തോന്നുന്നു. ഈ മെഷീനിൽ നിന്ന് ഇങ്ങനെ ബോളിട്ട് വന്നിട്ട് അറിയത്തില്ല, അതേപോലെ. ഗൈഡ് ടൂറിൻ്റെ ആൾക്കാർ ഇവിടെ വന്നല്ല. നമുക്ക് ഇവരുടെ കൂടിയ പ്രശ്നമൊന്നുമില്ലല്ലോ, വെറുതെ നിന്നപ്പോഴേ ഇല്ലേ? എന്തിനതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 1 മണിക്കാണ് ഇവിടുത്തെ പെർഫോമൻസ് നടക്കുന്ന ഹാൾ തുറക്കുന്നത്. അകത്തുനിന്നെന്തോ പാട്ടൊക്കെ കേൾക്കാം. കൊള്ളാമല്ലേ? ആ ഹാള് തന്നെ കാണാൻ ഒരു ലുക്കുണ്ട്. Performance natives have their line there because their line itself is the safe side to step foot inside of our meeting house to become one with our people. 1, 2, 3, Kia! Oh, that's not a kia ora. 1, 2, 3, Kia! ചെറുപ്പ് ചെയ്തോണ്ടിരിക്കുക. അതേ വരുന്നു. നമ്മളെ സ്വാഗതം ചെയ്യാൻ വരുന്നതാണോ? ആണല്ലേ? Well, that was absolutely terrible. Let's give that one more try, eh? Kia ora! Welcome to the Waitangi Treaty Grounds and of course to your Maori culture experience here today. Ooh, how are we feeling today? Peaceful? Yeah. What's your name, sir? Harry. Where are you visiting from? Australia. Round of applause for your chief, ladies and gentlemen. Hey. Anything under 5 minutes is considered an insult. Best of luck, chief. അകത്തോട്ട് പോവാണ്. അകത്തെ ഷോ രക്ഷയില്ലടോ. പൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ പൊളിയായിരുന്നു. ഇത് പുറത്തിറങ്ങിയത് നമുക്ക് ഇവരുടെ ഫോട്ടോ എടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. ഇവരുടെ ഒരു സംഭവം എന്ന് പറയുക, ഞാൻ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ബൂംബാങ് വെറുതെ അല്ല ഫുൾ ടൈം നവീൻ ചേട്ടൻ നാളെ കാണിച്ച് എല്ലാ പിള്ളേർ ഒരു തമ്മനയിലൊക്കെ മിക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ കാണിക്കുന്നത്. അത് ഇവരുടെ ഒരു കൾച്ചറാണ്, ഈ മവോറീസിന്റെ ഒരു കൾച്ചറാണ് ഈ നാവ് കാണിക്കുക എന്ന് പറയുന്നത്. ഇവരുടെ എല്ലാ കിക്കിയിലും നമുക്കത് കാണാൻ സാധിക്കും. ചിക്കൻ ടിക്ക മറക്കൂല, ചിക്കൻ ടിക്ക ഓർത്താൽ മതി. അപ്പോൾ ആ ടിക്കയിലെല്ലാം നമുക്കത് കാണാൻ സാധിക്കും. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പക്ഷേ ഞാനിവിടെ കുറേ ഫോട്ടോസ് എടുത്തു. ഇവർ നല്ല അമേസിങ് പെർഫോമൻസ് ഒക്കെ ചെയ്തു. അതൊക്കെ നമുക്ക് അവിടെ അകത്തിരുന്ന് കാണാൻ സാധിച്ചു, എൻജോയ് ചെയ്തു.
മ്യൂസിക് പെർഫോമൻസും ഡാൻസ് പെർഫോമൻസും പിന്നെ അവരുടെ എന്താ പറയുക എന്താ പറയുക മാർഷൽ ആർട്സ് അങ്ങനെ പറഞ്ഞാൽ മതി. മാർഷൽ ആർട്സും അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവർ കാണിച്ചു തന്നത് ഒരു നൈസ്. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് നമുക്ക് അവരോടൊപ്പം ഫോട്ടോ എടുക്കാനും കൂടെ പറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു ആ ഒരു ഷോ എന്ന് പറയുന്നത്. അപ്പോൾ ട്രീറ്റി ഓഫ് വൈത്താങ്ങി എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റി എഴുതപ്പെട്ട സ്ഥലം, യെസ്, സ്ഥലം ഇവിടെയാണ്. റേസിംഗ് ദ ഫസ്റ്റ് നാഷണൽ ഫ്ലാഗ്, അതായത് ന്യൂസിലൻഡിൻ്റെ ആദ്യത്തെ നാഷണൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത് ഈ കാണുന്ന സ്ഥലത്താണ്. അതെന്ന് പറയുന്നത് 1834 മാർച്ചിലാണ് അത് സംഭവിച്ചത്. പണ്ട് കാലത്ത് ഇവിടെ ഈ ഒരു സമയത്ത് വന്നിരുന്ന ഒരു ബ്രിട്ടീഷുകാർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വീടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും നമുക്കൊരു ബ്രിട്ടീഷ് ബംഗ്ലാവിൻ്റെ തന്നെ മാതൃകയിൽ നമുക്ക് കാണാം. നമുക്ക് ഇതുപോലുള്ള ഇതേ ഷേപ്പിലുള്ള പല കെട്ടിടങ്ങളും നമുക്ക് നമ്മുടെ രാജ്യത്തും പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. അന്നത്തെ ഒരു ബ്രിട്ടീഷുകാർക്ക് താമസിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ദ ഫസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന സംഭവമാണിത്. വെൽക്കം ടു ദ വൈത്താങ്ങി ട്രീറ്റി ഹൗസ്. ആ ഒരു ട്രീറ്റി ഹൗസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു മ്യൂസിയമാണ്. അതിനകത്ത് നമുക്ക് ബെഡ്റൂം, അന്നത്തെ കട്ടിലായിരിക്കത്തില്ല, അത് പുതിയ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം. പിന്നെ ഇവിടെ ഒരു ക്രിബ് കാണാം. പിന്നെ ഇത് ചിലപ്പം സെർവൻറ്റിന് വേണ്ടി കിടക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും സംഭവമൊക്കെ ആയിരിക്കാം. പിന്നെ ഇവിടെ ഫയർ പ്ലേസ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ഇതെന്താണ് ഇവിടെ, വാട്ട് ഈസ് ദിസ്? ഇത് എന്ത് വലിയ വീടല്ലേ, ഷോ രക്ഷയില്ല കേട്ടോ. ഇതിനകത്ത് കംപ്ലീറ്റ് എക്സിബിഷൻസ് ആണ് പല രീതിയിലുള്ള. അതിൻ്റെ ആ ഒരു ഒറിജിനൽ സ്ട്രക്ചർ നോക്കിയേ, ആ ഒരു ഒറിജിനൽ സ്ട്രക്ചർ അവരിവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ കാണാം, ഓടി കടന്ന് കാണാം. എക്സിബിഷൻ റൂം, ഇതെല്ലാം പലതരത്തിലുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ താഴേക്ക് പോകുന്നത് ഇവരുടെ വള്ളം കാണുന്നതിന് വേണ്ടിയാണ്. യെസ്, എൻ്റെ പൊന്നേ, ഇത് കൊള്ളാലോ. അവിടെ ഇത് നമ്മുടെ ചുണ്ടൻ വള്ളത്തിന് വലിപ്പമുണ്ട്. ഇത്ര ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. അങ്ങനെ നമുക്കിവിടെ കടൽ തീരത്തായിട്ട് ഇവിടെ മവോറികളുടെ വക്ക എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു വള്ളം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ആലപ്പുഴയിലെ ചുണ്ടൻ വെള്ളവും അതേപോലെ തന്നെ നമ്മുടെ ആറന്മുളയിലെ പള്ളിയോടവും ഒക്കെ പോലെ തന്നെ ഇവിടെ ഇങ്ങ് ന്യൂസിലൻഡിൽ മവോറികളുടെ വക്ക എന്ന് പറഞ്ഞ വള്ളമാണ് ഈ കാണുന്നത്. ഇത്രയും വലിയ വള്ളപ്പുരയിൽ ഇവരിവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അത് പോയി കാണാം. ദിസ് ഈസ് അമേസിങ്. ഇത്രയും വലിയ വള്ളം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. അടിപൊളി. അപ്പോൾ ആ കടൽ തീരത്ത്, അതായത് ബേസിക്കലി ഈ മൗരികൾ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ചരിത്രം പറഞ്ഞല്ലോ, പോളിനേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്, പോളിനേഷ്യൻ ഐലൻഡുകളിൽ നിന്ന് വന്ന ആൾക്കാരെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവർ ഈ ന്യൂസിലൻഡിലേക്ക് വന്നത് ഇത്തരത്തിലുള്ള വള്ളങ്ങളിലാണ്. വക്ക എന്ന് പറഞ്ഞ വള്ളങ്ങളിലാണ് ഇവർ കടൽ മാർഗം ഈ ന്യൂസിലൻഡ് ദ്വീപിൽ കണ്ടുപിടിച്ച് വന്നത് അല്ലേ. അതാണ് ചരിത്രം, വക്ക എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറയാം. അതായത് നമുക്ക് സാധാരണ നമ്മൾ വള്ളങ്ങളിൽ കാണുന്ന പോലെ തന്നെ എയ്റോ ഡൈനാമിക് ഡിസൈനിലാണ് ആ സംഭവം നിർമ്മിച്ചിരിക്കുന്നത്. അവർ പണ്ട് കാലത്ത് അവർ വന്നിരുന്നു എന്ന് പറയപ്പെടുന്ന ആ വള്ളമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിന് മറ്റേ നമ്മുടെ നാട്ടിലെ പോലെ അമരവും പിന്നെ കൂമ്പും ഒന്നുമില്ല. ഇതിൻ്റെ രണ്ട് സൈഡും അമരമാണുള്ളത്. ആ അമരത്തിൽ നമുക്ക് ഇതുപോലെയുള്ള തടി കൊണ്ടുള്ള ഡിസൈനിൽ പല ആ ഒരു ട്രഡീഷണൽ മവോരി ഡിസൈനിലുള്ള കാഴ്ചകൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അതിങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും നമുക്ക് തടി കൊണ്ടുണ്ടാക്കി ഇത് തടിയല്ലേ, ഇത് മറ്റേ ഇരുമ്പിൻ്റെ സാധനം, ഇത് കംപ്ലീറ്റ് തടി കൊണ്ടുണ്ടാക്കിയ ആ വള്ളം, അതിന് മുകളിൽ ആളുകൾക്ക് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഭവം. ഇത് ശരിക്കും നമ്മൾ ചുണ്ടൻ വള്ളം കാണാൻ പോകുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു ഫീല് തന്നെ നമുക്ക് കിട്ടുന്നു. അതിൻ്റെ സൈഡിലൊക്കെ ഇവരുടെ ആ ഒരു നാവ് നീട്ടിയ മനുഷ്യരുടെ ആ ഒരു ട്രഡീഷണൽ മൗരി ഡിസൈൻ ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പണ്ട് കാലത്ത് ഇവർ ഈ കടലിൽ വലിയ ദ്വീപുകൾ തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കര കണ്ടുപിടിക്കാനായിട്ട് ഇവരൊരു പ്രത്യേക രീതി, ഒരു ടെക്നിക്ക് ഇവർക്കുണ്ടായിരുന്നു. അതായത് ഇവരുടെ കൂട്ടിലിട്ട കുറേ കിളികൾ ഇവരുടെ ഉണ്ടാവും. അപ്പം ഇവർ പണ്ട് ഈ പറഞ്ഞ പോലെ ഗൂഗിൾ മാപ്പും പരിപാടികളും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവർ കര എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ കുറച്ച് കിളികളെ ഇവർ പറത്തിവിടും. അപ്പോൾ ഈ കിളികൾ പോയിട്ട് തിരിച്ച് വന്നോ എന്ന് നോക്കും. പോയിട്ട് തിരിച്ച് വന്നില്ലെങ്കിൽ ആ കിളികൾ പോയ ഭാഗത്ത് കരയുണ്ട് എന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. ഇത് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇവർ ഡയറക്ഷൻ മാറ്റി പിടിക്കും. അങ്ങനെയാണ് പണ്ട് കാലത്ത് ആളുകൾ യാത്ര ചെയ്തിരുന്നത് വള്ളത്തിൽ മറ്റുമൊക്കെ. അപ്പോൾ അത്തരത്തിലാണ് അവർ
ന്യൂസിലൻഡ് എന്ന് പറഞ്ഞ രാജ്യം കണ്ടുപിടിച്ചതും ആ ഒരു രാജ്യം സൃഷ്ടിച്ചെടുത്തതും ഒക്കെ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന സംഭവങ്ങൾ സൃഷ്ടിച്ചെടുത്തതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ ശരിക്കും ഈ കാണുന്ന ഇതിൻ്റെ നടുഭാഗത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ 2-3 പേർക്കൊക്കെ വേണമെങ്കിൽ ഇരിക്കാവുന്ന രീതിയിലുള്ള ആ ഒരു വീതി നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും കൊള്ളാം. ഇത് ഏത് തടി വെച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് എനിക്ക് കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഉപയോഗിക്കുന്ന ഇവര് കടലിൽ ഇറക്കുന്നുണ്ട്. കാരണം ഇവിടെ റെയിൽ ഇട്ടിട്ടുണ്ട് കടലിൽ ഇറക്കാൻ വേണ്ടിയുള്ള എന്തോ വള്ളംകളി ഉണ്ടോ? വള്ളംകളി പോലത്തെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. അടിപൊളി. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ വാക്ക എന്ന് പറയുന്ന ആ ഒരു വള്ളവും വക്ക വള്ളം ഇട്ടിരിക്കുന്ന വള്ളപ്പുരയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഒരു ചെറിയ വക്ക കിടപ്പുണ്ട്, ഇപ്പുറത്തൊരു വലിയ വക്ക കിടപ്പുണ്ട്. ഗോകുലിന്റെ വീട് പുന്നമടയിൽ എവിടെയാ? ഇത് കണ്ടപ്പോ നമ്മുടെ ആറന്മുള വള്ളം നമ്മുടെ നാട്ടിലെ വള്ളങ്ങളുമായിട്ട് നല്ല സാമ്യം. അതെ അതെ, എനിക്ക് പള്ളിയോടമായിട്ടാണ് ഭയങ്കര സാമ്യത എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ചുണ്ടൻ വള്ളം ഇതിലും ചെറുതല്ലേ? ഇത്രയും വീതി ഇല്ലല്ലോ, ഡെപ്ത് ഇല്ല. അതെ അതെ അതെ, ഇതിനകത്ത് കുറച്ചുകൂടി ഡെപ്ത് ഉണ്ട്. നമുക്ക് ആറന്മുളയിലെ ചുണ്ടൻ വള്ളവുമായിട്ട് ഭയങ്കര സാമ്യത നമുക്ക് ഈ ഒരു വള്ളത്തിനുണ്ട്. പക്ഷേ ഇത് കടലിലിറക്കുന്ന വള്ളമാണ്. ഈവൻ വള്ളപ്പുരയാണെങ്കിലും നല്ല മനോഹരമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുൾ തടി കൊണ്ടുള്ള ഓരോ പരിപാടികൾ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ എല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മൗറികളുടെ ആ ഒരു എന്തേലും പറയുന്നത് ടിക്കി ആ ഒരു ടിക്കിയുടെ ഡിസൈൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ണായിട്ട് വെക്കുന്നത് അല്ലേ? സീഷെല്ലാണ് അവർ കണ്ണായിട്ട് വെക്കുന്നത്. എന്തായാലും സംഭവം മനോഹരമാണ്. ഒരു സ്ത്രീയുടെ തലമുടി പോലെ തന്നെ ഇതിന്റെ ബാക്കില് തലമുടിയുണ്ട്. നമ്മള് ബാക്കില് നമ്മുടെ വള്ളത്തിന്റെ പുറകില് അമരത്ത് ഒരു സംഭവം ചാർത്തത്തില്ലേ? നമുക്കും ഉണ്ടല്ലോ ഇതേപോലെ തൂക്കിയിടുന്നൊരു സംഭവം. അപ്പൊ ഇപ്പുറത്ത് നമുക്ക് മറ്റൊരു വള്ളം, 2 വള്ളങ്ങൾക്ക് നടുവിലുള്ള പോകുന്ന പത്തനംതിട്ടക്കാരനെയും ആലപ്പുഴക്കാരനെയാണ് നിങ്ങൾ ന്യൂസിലാൻഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. ഓക്കെ, ഞാനിപ്പോ നാക്ക് കിട്ടാൻ തുടങ്ങി. പക്ഷെ ഈ നാക്ക് നീട്ടുന്നതിന് എന്തൊക്കെയോ പരിപാടികളൊക്കെ ഇല്ലേ? അതെങ്ങനെയാ? ചുമ്മാ നാക്ക് നീട്ടിയ പ്രശ്നമാവോ? പല ടൈപ്പിലാണ് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ. അത് അറ്റാക്കിങ് ആൻഡ് വെൽക്കമിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ അകത്തോട്ട് കയറി വന്നപ്പോ അവര് വെൽക്കം ചെയ്യുകയാണ്. അപ്പൊ നമ്മള് അറ്റാക്കിങ് ആണോ അതോ നിങ്ങൾ നമ്മുടെ ഗസ്റ്റ് ആണോ എന്ന് തെളിയിക്കുന്നതിന് മുമ്പേയുള്ള ഒരു വെൽക്കമിങ് ആണ്. അത് എന്നിട്ട് അവരൊരു ചീഫിനെ സെലക്ട് ചെയ്തു. ഐ മീൻ പ്രോഗ്രാം വാസ് വെൽ ഓർഗനൈസ്ഡ്. നല്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ദിസ് വാസ് സംതിങ് ഡിഫറെന്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. നൈസ് നോ? ഇത് കൊള്ളാലോ. ഇതെന്താ സംഭവം? ഇത് തന്നെയാണല്ലേ? അത് എഴുതിയിട്ടുണ്ട്. തിഹോരി ngātāwa മരുരോ ngātāരരീരി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഐ നെവർ എക്സ്പെക്റ്റഡ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ് ഇൻ ന്യൂസിലാൻഡ് മാൻ. എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററിയും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ന്യൂസിലൻഡിനുണ്ടെന്നുള്ളത്. ന്യൂസിലൻഡ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ അല്ലെങ്കിൽ UK ഒക്കെ പോലെ ഒരു ഫുള്ളി ഇംഗ്ലീഷുകാരൊരു രാജ്യം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു സംഭവം. പക്ഷേ ഇതുപോലൊരു മൗരി കഥ അല്ലെങ്കിൽ മൗരി സ്റ്റോറി ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കൈവച്ച സ്ഥലം മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. കൈവച്ച സ്ഥലം മാറിപ്പോയ പ്രശ്നമാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു ഐലൻഡാണ് റസൽ ഐലൻഡ് എന്ന് പറയുന്നത്. ബേസിക്കലി അത് ഐലൻഡ് അല്ല, പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഫെറി എടുത്ത് പോകണം, ഇല്ലെങ്കിൽ ചുറ്റിക്കറങ്ങി പോകണമെങ്കിൽ 2-3 മണിക്കൂർ ഡ്രൈവ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. റസൽ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ന്യൂസിലൻഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇവിടെ ആളുകൾ വന്ന് സംഭവങ്ങളൊക്കെ റെഡിയാക്കിയ ഒരു സ്ഥലം. അതെ, വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിന്ന് കടലിലേക്ക് ആ വള്ളം ഇറക്കുന്നതിന് വേണ്ടിയുള്ള റെയിൽസും മറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ലൈക്ക് ഇതൊരു ഷാലോ വാട്ടറുള്ള ഏരിയ ആണ്. ലൈക്ക് ഇവിടെ തിരയോ മറ്റു പരിപാടിയുള്ള സംഭവങ്ങളൊന്നുമില്ല. എന്തായാലും കടൽ തീരത്ത് ആ ഒരു വള്ളപ്പുരയുമേ ആ വള്ളം സൂക്ഷിച്ചിരിക്കുന്നതും ദാറ്റ് വാസ് സംതിങ് ന്യൂ ഫോർ മീ. താങ്ക് യു ഗൂഗിൾ ഫോർ റെക്കമെൻഡിങ് ദിസ് പ്ലേസ്. ഗൂഗിളാണ് ശരിക്കും ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ട്, ഇത് ചേട്ടൻ എന്തായാലും പോയി കാണണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര, ഞാൻ ആദ്യം നോക്കിയപ്പോൾ ശരിയാണ്, ഞാൻ നോക്കിയപ്പം ഈ വീഡിയോ പലർക്കും ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ചരിത്രമാണ്, ഇത് കാണാൻ അധികം ആൾക്കാരും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ന്യൂസിലൻഡിൽ വന്നിട്ട് ഇവിടുത്തെ ഈ ഒരു മെയിൻ ചരിത്രം കാണാതെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര മിസ്സിങ് അല്ലേ? അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. സോ ഐ നോ ദാറ്റ് നിങ്ങൾക്ക് പലർക്കും ഇതൊരു ബോറടി ടോപ്പിക് ആയിരിക്കാം, പക്ഷേ ഇത് ഒരു റെഫറൻസ് മെറ്റീരിയലാണ്. എനിക്കറിയില്ല നിങ്ങളൊക്കെ സംഭവം ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ചെങ്കിലും ആൾക്കാർക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ അത് വലിയ കാര്യമല്ല. എന്നെക്കൊണ്ട് അറിയാവുന്ന മാക്സിമം ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗൂഗിൾ ഇറ്റ് വീണ്ടും. അപ്പോൾ വക്ക ടാറ്റ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനായിട്ട് വന്നപ്പോഴത്തേക്കിനും അടുത്ത ടൂറിൻ്റെ ആൾക്കാർ റെഡിയായിട്ട്
പോവുകയാണ്. ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ ഒരു സ്ഥലം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, ഞാൻ പണ്ട് ചൈനയിൽ പോയപ്പോഴത്തേക്കിനും നമ്മൾ അവതാർ മൗണ്ടൻസിൽ പോയില്ലേ, അവതാർ മൗണ്ടൻസിൽ പോയ സമയത്ത് ഇതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അല്ലേ, ഈ കാടിന് നടുവിലൂടെ ഇതുപോലെ വുഡും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്, ഭയങ്കര അട്രാക്റ്റീവാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മൗരികളുടെ ചരിത്രം എന്ന് പറയുന്നത്? അകൂരികൾ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ മൗരികൾ, മൗറികളുടെ ചരിത്രം എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, ദാറ്റ്സ് ഫോർ ഷുവർ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ന്യൂസിലൻഡിലുള്ള പല ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ട്. എല്ലാവരും ന്യൂസിലൻഡിലേക്ക് വരിക, കാണുക. ന്യൂസിലൻഡിൽ വരാൻ വലിയ പാടൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ട്രാവൽ ഹിസ്റ്ററിയും ബാങ്കിൽ അക്കൗണ്ടിൽ കാശും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിസ കിട്ടും. വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രമാണ് കുറച്ച് എക്സ്പെൻസീവ്. നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് അവൈലബിൾ അല്ല. നമുക്ക് ഓസ്ട്രേലിയ വഴി വരേണ്ടി വരും ട്രാൻസിറ്റ് എടുത്തിട്ട്, അല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിന്ന് ട്രാൻസിറ്റ് എടുത്തിട്ട് സിംഗപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് ഫ്ലൈ ചെയ്യാം. മലേഷ്യ വഴി വരാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് വരാം. ഇപ്പോൾ നമുക്ക് മലേഷ്യൻ എയർലൈൻസ് കിട്ടും കൊച്ചിയിൽ നിന്നാണെങ്കിൽ, പിന്നെ എയർ ഏഷ്യ വഴി വരാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്തു. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഞങ്ങളിനി എവിടെ പോകുന്നറിയോ? നമ്മള് ന്യൂഡ് ബീച്ചിൽ പോകുമ്പോ ഇവിടെ ന്യൂഡ് ബീച്ച് ഉണ്ട്. ന്യൂഡ് ബീച്ചിൽ പോയിട്ട് ഞങ്ങൾ ന്യൂഡായിട്ട് കുളിക്കാൻ പോവാ. ആണോ? നോക്കാം. പക്ഷെ അവിടെ വേറെ ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നാളെ കാണാൻ മറ്റൊരു വീഡിയോ ആയിട്ടും. അതുവരേക്കും